ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസിന് വേണ്ടി നാം ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ചതിന് ശേഷം വ്യത്യസ്തമായ പ്രതികരണങ്ങളോടെ അവിടുത്തെ സ്വീകരിച്ച 5 തരം മനുഷ്യരെക്കുറിച്ച് നമുക്ക് അല്പമായിട്ടൊന്ന് വിചിന്തനം ചെയ്യാം. ഏറ്റവും ആദ്യമായി നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ജ്ഞാനികളായ ആ 3 രാജാക്കന്മാരെ കുറിച്ചാണ്. ഈശോയുടെ ജനനത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ജ്ഞാനികൾ അവിടത്തേക്കുള്ള കാഴ്ചകളും എടുത്തുകൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്ത് എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ട് അവിടുത്തെ തേടി അവിടുത്തെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നു. ആ 3 ജ്ഞാനികൾ, അവർക്ക് ദൈവത്തിൻ്റെ വചനങ്ങളിലുള്ള ജ്ഞാനമുണ്ടായിരുന്നു, ഒപ്പം പ്രകൃതി ശാസ്ത്രത്തിലുള്ള ജ്ഞാനവും ഉണ്ടായിരുന്നു. ഈ 2 വിധത്തിലുള്ള ജ്ഞാനവും അവരെ നയിച്ചത് ലോകരക്ഷകനായ ഈശോയുടെ അടുത്തേക്കാണ്. അതിനിടയിൽ വന്ന ഒരു പ്രതിബന്ധങ്ങളും അവർക്ക് തടസ്സമായില്ല. ദീർഘമായ ദൂരമോ ഇടയ്ക്കുള്ള യാത്രാ തടസ്സങ്ങളൊന്നും അവർക്കതൊന്നിനും പ്രതിബന്ധമായില്ല. അവർ ഈശോയുടെ രാജത്വത്തിനും പൗരോഹിത്യത്തിനും അവിടുത്തെ സഹനങ്ങൾക്കുമൊക്കെ യോജിച്ച വിധത്തിലുള്ള കാഴ്ചകളും ഒരുക്കി അവിടുത്തെ തേടി എത്തുന്നു. രണ്ടാമതൊരു കൂട്ടം മനുഷ്യരെ നമ്മൾ കാണുന്നത് ഹെറോദോസിൻ്റെയും അവൻ്റെ കൊട്ടാരത്തിലുള്ള മനുഷ്യരെയുമാണ്. അവർക്കും ജ്ഞാനികളിൽ നിന്ന് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ചു. എന്നാൽ ആ അറിയിപ്പ് തങ്ങളുടെ പണത്തിനും പ്രതാപത്തിനും അധികാരത്തിനുമൊക്കെ വിഘാതമാകുമെന്ന് കണ്ട് അവർ രക്ഷകനെ എങ്ങനെ വധിക്കാമെന്നാണ് അവർ ആലോചിക്കുന്നത്. അവരുടെ ആദ്യത്തെ പ്രതികരണം, അവരെല്ലാവരും അസ്വസ്ഥരാകുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, പുതിയ രാജാവിൻ്റെ സാന്നിധ്യം അവരെ അസ്വസ്ഥരാക്കുന്നു. തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു തടസ്സമായിട്ട് അവർ ദൈവകുമാരനെ കാണുന്നു. ഏറ്റവും ക്രൂരമായ ശിശുഹത്യയിലേക്കാണ് ഹെറോദേസിനെ അത് എത്തിക്കുന്നത്. മൂന്നാമതൊരു കൂട്ടരെ കൂടി നമ്മൾ അവരോടൊത്തു ചേർന്ന് ജെറുസലേമിൽ കാണുന്നുണ്ട്. നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലുമൊക്കെ ആഴമായ ജ്ഞാനമുള്ള നിയമജ്ഞരും പുരോഹിതരുമാണ്. അവരാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ അപഗ്രഥിച്ചതിന് ശേഷം കൃത്യമായി ശിശു എവിടെയാണ് ജനിക്കുക എന്നുള്ള ജ്ഞാനമൊക്കെ ഹെറോദേസിന് പറഞ്ഞു കൊടുക്കുന്നത്. അവരും ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചറിഞ്ഞു. എന്നാൽ ജ്ഞാനികളെപ്പോലെ ശിശുവിനെ തേടി പുറപ്പെടാതെ നിസ്സംഗരായി അവർ അവിടെ തന്നെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിസ്സംഗത, എല്ലാം അറിഞ്ഞിട്ടും നിസ്സംഗതയോടെ ദൈവകുമാരൻ്റെ വരവിനെ എതിരേൽക്കുന്ന ഒരു കൂട്ടർ. ഇനി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് നിഷ്കളങ്ക ഹൃദയത്തോടെ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തിടുക്കത്തിൽ ആലയിലെ ആടുകളെ അവിടെ വിട്ടിട്ട് തിടുക്കത്തിൽ ദിവ്യശിശുവിനെ തേടി എത്തുന്ന ഇടയരെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹൃദയശുദ്ധികൾ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. ദൈവദൂതന്മാരുടെ ദർശനവും ദൈവകുമാരൻ്റെ ദർശനവും അവർക്ക് അവരുടെ നിഷ്കളങ്ക ഹൃദയത്തിന് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടുത്തെ കാണാനും അവിടുത്തെ ആരാധിക്കാനും ഒപ്പം അതിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനും ഒക്കെ ഈ ഇടയന്മാർക്ക് കഴിഞ്ഞു. ഇനി 5ാമതൊരു തരത്തിലുള്ള 2 മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്, ശെമയോനും അന്നാ പ്രവാചികയും. ആ 2 പേരും അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാനിരതരായി ചെലവഴിച്ചവരാണ്. ദൈവകുമാരൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരുന്നവരാണ്. അവരുടെ പ്രാർത്ഥനാ ജീവിതം അവർക്ക് പരിശുദ്ധാത്മാവിനാൽ ലോകരക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള ജ്ഞാനം അവർക്ക് പകർന്നു കൊടുത്തു. സാധാരണക്കാരായ അനേകം ശിശുക്കളുടെ ഇടയിൽ ദൈവകുമാരനെ തിരിച്ചറിയാൻ അവരുടെ ആന്തരിക നയനങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ശക്തി പകർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ഈ 5 പേരുടെയും സാധ്യതകൾ നമ്മിലുമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും നമ്മുടെ പ്രതാപത്തിനും
നമ്മുടെ അധികാരത്തിനുമൊക്കെ വിഘാതമാകുന്നയിടത്ത് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ഒക്കെ മാറ്റിവെക്കാനുള്ള ഒരു പ്രലോഭനം, ഹെറോദേസിൻ്റെതായ ഒരു പ്രലോഭനം നമ്മുടെ ഉള്ളിലും കടന്നു വരാം. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലും മറ്റുള്ള എല്ലാ മതവിജ്ഞാനങ്ങളും നമുക്കുണ്ടായാലും ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയുമ്പോഴും നിസ്സംഗതയോടെ അവിടുത്തെ തേടാതെയും മനസ്സിലാക്കാതെയും ഇരിക്കുവാനുള്ള ഒരു നിസ്സംഗ മനോഭാവവും നമ്മിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നിഷ്കളങ്ക ഹൃദയത്തോടെ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, അതിനേക്കാളൊക്കെ ഉപരിയായി അനുദിനം നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകളിൽ അന്ന് മനുഷ്യനായി അവതരിച്ച ഈശോ ഇന്ന് വചനത്തിൻ്റെയും അപ്പത്തിൻ്റെയും രൂപത്തിൽ നമ്മുടെ ഇവിടയിൽ സജീവനായി അവതരിക്കുന്നത് തിരിച്ചറിയാൻ ആ ഇടയന്മാരുടെ നിഷ്കളങ്ക ഹൃദയം നമ്മളെ സഹായിക്കും. ഒപ്പം പ്രാർത്ഥനയിലും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ വായനകളിലുമെല്ലാം അന്നയെപ്പോലെയും ശമയോനെപ്പോലെയും നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിനെത്താൽ കാണുന്ന സാധാരണക്കാരായ മനുഷ്യരിലും ദൈവസാന്നിധ്യം ദർശിക്കാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നമുക്ക് ഒരു യാത്ര തുടങ്ങാം. അതുപോലെ തന്നെ നമ്മൾ അനുദിനം പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകളിൽ അപ്പത്തിൻ്റെയും വചനത്തിൻ്റെയും രൂപത്തിൽ ഈശോ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാം. അങ്ങനെ ഈശോയുടെ വരവിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഒരുങ്ങാം.